ഒരുപാട് നാളത്തെ ജയിൽവാസം ക്ഷണിച്ചു വരുത്തുന്ന കുറ്റങ്ങളാ. ഒരു മിനിറ്റ്. ഇടയ്ക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചിട്ട് അതിനെ വല്ലയിടത്തും വലിച്ചെറിയുന്നതിന് എത്ര വർഷത്തെ ശിക്ഷയാ നിയമത്തിൽ പറയുന്നത്? തനുജ, താൻ ഈ പറയുന്നത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താ. സിദ്ധാർത്ഥൻ തനുജയുടെ അച്ഛനാണെന്നും തനുജയെ കുഞ്ഞിലെ ഉപേക്ഷിച്ച് കളഞ്ഞുവെന്നുമായിരിക്കും തനുജ ഉദ്ദേശിക്കുന്നത്. ഊഹങ്ങളും ഉദ്ദേശങ്ങളും വെച്ച് ഞാൻ വാദിക്കാറില്ല. ന്യായാധിപന്റെ മുന്നിൽ മാത്രമല്ല, എവിടെയും സത്യം മാത്രമേ പറയൂ. പറയേണ്ടത് തനുജ മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. തനുജ കരുതും താൻ പറയുന്നതൊക്കെ സത്യമാണെന്ന്. പക്ഷേ അത് സത്യമല്ല എന്നുള്ളതാണ് സത്യം. സിദ്ധാർത്ഥൻ തനുജയുടെ അച്ഛനല്ല. ശരി, സമ്മതിച്ചു, ഇദ്ദേഹം എന്റെ അച്ഛനല്ല. അങ്ങനെയെങ്കിൽ എനിക്കൊരച്ഛൻ കാണുമല്ലോ. അതാരാണ്? അത് പറയാൻ സിദ്ധാർത്ഥൻ എങ്ങനെ ബാധ്യസ്ഥനാവും? സിദ്ധാർത്ഥൻ ഈ കേസിൽ കക്ഷിയല്ല. ഈ കേസിൽ കക്ഷിയല്ലാത്ത ഒരാൾ ചോരക്കുഞ്ഞായിരുന്ന എന്നെ എന്തിന് പരമേശ്വരൻ എന്ന ആളെ ഏൽപ്പിച്ചു? എന്നെ സംരക്ഷിക്കാൻ വേണ്ടി മാസാമാസം എന്തിന് പരമേശ്വരന് കാശ് അയക്കുന്നു? അതിന്റെ ഉത്തരം പറയാൻ പറയൂ സാറിന്റെ ഈ കക്ഷിയോട്. എന്നിട്ട് സംസാരിക്കാം. ഹരിയേട്ടാ, ഇതെന്താ ചോദ്യോത്തര മത്സരോ? കാര്യങ്ങൾ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയണം. ശരി സർ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാം. പക്ഷേ ഞാൻ ചോദിച്ചതിന് വ്യക്തമായ ഉത്തരം കിട്ടണം. സിദ്ധാർത്ഥനല്ല എന്റെ അച്ഛനെങ്കിൽ പിന്നെ ആരാണ് എന്റെ അച്ഛൻ? കോടതിയില് കാര്യങ്ങൾ മറച്ചു വെക്കാൻ പാടില്ലെന്നല്ലേ? സാറിന്റെ കക്ഷിയോട് കാര്യങ്ങൾ ചോദിക്കണം. അല്ലാതെ ചുമ്മാ കയറി വന്നിട്ട് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണോന്ന് പറഞ്ഞ ജഡ്ജിയല്ല ദൈവം തമ്പുരാൻ പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ പോണില്ല. സിദ്ധു, നീ ഇറങ്ങില്ലല്ലേ? സിദ്ധു, താനെന്തേ കാണിക്കുന്നത്? കരിയേട്ടൻ മാറിയിക്ക്. കരിയേട്ടൻ പറഞ്ഞിട്ട് മനസ്സിലാകത്തോട് പിന്നെ ആര് പറഞ്ഞിട്ടും കാര്യമില്ല. മോളല്ലെങ്കിലും മോളെ പോലെ കരുതിയാ ക്ഷമിച്ചിരുന്നത്. ഇനി വയ്യ. ഇറങ്ങടി, ഇറങ്ങാൻ. മോനോട് വായോടെ വാ, നടങ്ങിഞ്ഞോട് ഇറങ്ങടിയോട്. നന്ദ, ഇവിടെ ബാഗ് എടുത്ത് വെളിയിട. വാഞ്ഞോട് വരാൻ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.